Hello friends, Technique Malayalamത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ അൺബോക്സിംഗ് ചെയ്യാൻ പോകുന്നത് ഈ വർഷത്തെ one of the eagerly awaited flagship smartphone ആണ് OnePlus 10 Pro. അപ്പോൾ OnePlusന്റെ എല്ലാ വർഷത്തെയും ഫ്ലാഗ്ഷിപ്പ് ഡിവൈസ് ഏറ്റവും മികച്ച ഹാർഡ്വെയർ ആയിട്ടാണ് വരാറ്. കഴിഞ്ഞ വർഷം OnePlus 9 Pro ഇറങ്ങിയിരുന്നു, ടോപ്പ് ഓഫ് ദി ലൈൻ ഹാർഡ്വെയർ ആയിരുന്നു. ഇത്തവണത്തെ ഡിവൈസാണ് OnePlus 10 Pro. അപ്പോൾ ഇന്ത്യയിൽ ഇത് ലോഞ്ച് ചെയ്തിരിക്കുകയാണ്, ഇന്ത്യയിൽ ഇന്നാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ലോഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇതിൻ്റെ പ്രൈസ് ഒന്നും അറിയില്ല. നമ്മൾ ആക്ച്വലി ഓൾമോസ്റ്റ് 1 വീക്കിലേറെയായി ഈ ഡിവൈസ് കൈ കിട്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ അൺബോക്സിങ് കാണിക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അതേപോലെ തന്നെ ഇതിൻ്റെ മേജർ ഫീച്ചേഴ്സും ക്യാമറ സാമ്പിൾസും എല്ലാം തന്നെ കാണിക്കാം. പക്ഷേ നമുക്ക് ഇത്തവണ കിട്ടിയിരിക്കുന്നത് ഒരു മീഡിയ ഇൻവൈറ്റ് ആണ്, വലിയൊരു ബോക്സാണ് കിട്ടിയിരിക്കുന്നത്. കണ്ടില്ലേ, വളരെ വലിയതായ ഒരു ബോക്സാണ്. ഇതല്ല ആക്ച്വലി നിങ്ങൾ മേടിക്കുമ്പോൾ കിട്ടുന്നത്, ഇത് റിവ്യൂസ് കിറ്റാണ്. ഇതിനകത്ത് ഫോണും അതേപോലെ 2 ചാർജ് കേസുകളും ഇൻക്ലൂഡഡ് ആണ്. ഞാൻ എല്ലാം തന്നെ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് മീഡിയ കിറ്റ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇതിനകത്ത് OnePlus 10 Pro വന്നിരിക്കുകയാണ്. അപ്പോൾ ഉടൻ തന്നെ നമുക്ക് അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. അൺബോക്സിങ്ങിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതേപോലെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് OnePlus 10 Proൻ്റെ അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഹ്യൂജ് ബോക്സ്. OnePlus എഴുതിയതാണ്. ഇത് മീഡിയ ഇൻവൈറ്റ് ആണ്, ആക്ച്വലി മീഡിയ ഇൻവൈറ്റ് പ്ലസ് ബോക്സ് ആണ്. ഇത് റെഗുലർ ബയേഴ്സിന് കിട്ടണമല്ല, ഇതൊരു മീഡിയ കിറ്റാണ്. എങ്കിലും ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇത് കോ ഡെവലപ്ഡ് വിത്ത് ഹാസിൽബ്ലാഡ്, അതായത് ക്യാമറ ടെക്നോളജിയിൽ ഹാസിൽബ്ലാഡായിട്ട് പാർട്ട്ണർ ചെയ്ത് ഇറക്കിയതാണ്. OnePlus 9 Proയിലും അതുണ്ടായിരുന്നു, OnePlus 10 Proയിലും അത് ക്യാരി ഫോർവേഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ OnePlus എഴുതിയതാണ്. നമുക്ക് ഈ ബോക്സ് തുറക്കാം. ബോക്സ് തുറക്കുമ്പോൾ നമുക്ക് ആദ്യം കിട്ടുന്ന OnePlus 10 Pro കാണാം. ഇതിൻ്റെ ആക്ച്വൽ ബോക്സ് ഇതാണ്, ആക്ച്വൽ ഫോണിൻ്റെ ബോക്സ്. നിങ്ങൾ മേടിക്കുമ്പോൾ കിട്ടുന്ന ആക്ച്വൽ ബോക്സാണിത്. അപ്പോൾ ബാക്കിൽ കാര്യമായി ഒന്നും തന്നെ എഴുതിയിട്ടില്ല. ആക്ച്വലി ഇതിൻ്റെ ഈ ബോക്സിൻ്റെ ബാക്കിലാണ് ബാക്കി ഡീറ്റെയിൽസ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ അതും കൂടെ ഒന്ന് വേഗം കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ, ഇവിടെ എഴുതിയിട്ടുണ്ട്, ഡീറ്റെയിൽസ് എഴുതിയിട്ടുണ്ട്. OnePlus 10 Pro എമറാൾഡ് ഫോറസ്റ്റ്, അതായത് ഗ്രീൻ കളറാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. 12 GB റാം, 256 GB സ്റ്റോറേജ്. അതേപോലെ സാർ വാല്യൂ ഇവിടെ കാണാം, 1.16 ഹെഡ് സാർ, 0.7 ബോഡി സാറുമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എമറാൾഡ് ഗ്രീൻ, 12 GB റാം, 256 GB സ്റ്റോറേജുമാണ് വരുന്നത്. 2 വേരിയൻ്റാണ് അവൈലബിൾ ആവുന്നത്, 8 128, 12 256, അങ്ങനെ 2 വേരിയൻ്റാണ്. ഇതിനകത്തൊരു ഹാസിൽബ്ലാഡിൻ്റെ ഒരു ഫോട്ടോ കാണാം. പിന്നെ നമുക്ക് ഇവിടെ താഴെ ഒരു ഡ്രോ ഉണ്ട്, കണ്ടില്ലേ, ഒരു ഡ്രോ വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ആക്ച്വലി ഒരു കലണ്ടറാണ്, ഡെസ്ക് കലണ്ടറാണ്. ഇത് OnePlusൽ എടുത്തൊരു ഫോട്ടോ ആണ്, നമുക്ക് ഡെസ്ക് കലണ്ടറായിട്ട് വെക്കാവുന്ന ഒരു ഫോട്ടോ ആണ്. പിന്നെ നമുക്ക് 2 കേസാണ് കിട്ടുന്നത്. OnePlus 10 Proയിലെ 2 കേസാണ്. ഈ കേസും കൂടെ ഒന്ന് പരിചയപ്പെടുത്തിയിട്ട് ഡിവൈസിലേക്ക് പോകാം. അപ്പോൾ ഈ കേസിൻ്റെ പേരെന്താ വെച്ചാൽ ക്വാണ്ടം ഫോട്ടോഗ്രാഫി ബമ്പർ കേസ് എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഈ കേസ് ഉണ്ടല്ലേ, ഇതൊരു ഫോട്ടോഗ്രാഫി എന്തൂസിയാസ്റ്റിനുള്ള കേസാണ്. ഇതൊരു പാറ്റേൺ ഉണ്ട്, ചിപ്പിൻ്റെ പാറ്റേൺ, അതേപോലെ ക്യാമറേൻ്റെ പാറ്റേൺ, അങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഫോട്ടോഗ്രാഫി എന്തൂസിയാസ്റ്റിനുള്ള കേസാണ്. പിന്നെ ഇത് നമ്മുടെ റെഗുലർ സാൻഡ്സ്റ്റോൺ ബമ്പർ കേസ്, നമ്മളെല്ലാ OnePlus ഡിവൈസിലും വരുന്ന സാൻഡ്സ്റ്റോൺ ബമ്പർ കേസാണ്. ഉണ്ടല്ലേ, നല്ലൊരു മാറ്റ് ഫിനിഷുള്ള സാൻഡ്സ്റ്റോൺ ബമ്പർ കേസാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ 2 കേസാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഫോണൊന്ന് ബൂട്ട് ചെയ്യാം, എന്നിട്ട് ബാക്കി ഫോണിൻ്റെ ബോക്സ് ഒന്ന് ആക്ച്വലി തുറക്കാം, എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള ഡീറ്റെയിൽസിലേക്ക് വരാം. അപ്പോൾ ഇതാണ് ആക്ച്വൽ ഫോണിൻ്റെ ബോക്സ്. നിങ്ങൾ മേടിക്കുമ്പോൾ കിട്ടുന്ന ബോക്സ് OnePlus 10 Pro കോ ഡെവലപ്ഡ് വിത്ത് ഹാസിൽബ്ലാഡ് എഴുതിയാണ്. നമുക്ക് തുറക്കുമ്പോൾ തന്നെ ആദ്യം നമുക്ക് കിട്ടുന്നത് ഒരു ചെറിയ കേസാണ്. ഇതിനകത്ത് നമുക്കൊരു എമറാൾഡ് ഫോറസ്റ്റിൻ്റെ ഒരു കേസും കൂടെ കാണാം, TPU കേസാണ്. അപ്പോൾ ഈ കേസിന് ആക്ച്വലി നല്ലൊരു കേസാണ്, കണ്ടില്ലേ, നല്ലൊരു ഫിറ്റ് ആൻഡ് ഫിനിഷും നെവർ സെറ്റിൽ ബ്രാൻഡിങ് ഒക്കെ ഉള്ള ഒരു TPU കേസാണ്. പിന്നെ നമുക്കിവിടെ കിട്ടുന്നത് സിം ഇജക്റ്റ് പിന്നും ബാക്കി വാറൻറ്റിയും സേഫ്റ്റി ഇൻഫർമേഷനാണ്. ഹൈപ്പർ ബൂസ്റ്റ്, പിന്നെ റെഡ് കേബിൾ ക്ലബിൻ്റെ ഒരു ഇൻവൈറ്റ്, അതേപോലെ സേഫ്റ്റി ഇൻഫർമേഷൻ, ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡ്, ക്യാമറയുടെ ഡിസൈൻ എല്ലാം തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കും. നെവർ സെറ്റിൽ കണ്ടില്ലേ, സിം ഇജക്റ്റ് പിന്നും കാണാം. അപ്പോൾ ഇത്രയാണ് ഈ ബോക്സിനകത്ത് വരുന്നത്. ഇനി നമുക്ക് ഡിവൈസ് ഒന്ന് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ഡിവൈസ് നമ്മൾ പുറത്തേക്ക് എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇനി ബോക്സിനകത്ത് എന്തൊക്കെയാണ് വരുന്നത് കൂടി നോക്കാം. ഇവിടെ നമുക്ക് കിട്ടുന്ന ഒരു പുതിയ അഡാപ്റ്ററാണ്. ഇത് 80 watt അഡാപ്റ്ററാണ്. ആക്ച്വലി കണ്ടില്ലേ, 80 watt VOOC ചാർജിങ് ആണ് വരുന്നത്. ഒരു പുതിയ അഡാപ്റ്ററാണ്, 80 watt VOOC ചാർജിങ് ആണ്. വളരെ ഫാസ്റ്റായിട്ട് ചാർജ് ചെയ്യുന്നതാണ് OnePlus ക്ലെയിം ചെയ്യുന്നത്. അറൌണ്ട് 30-35 മിനിറ്റ്സിൽ 5000 mAh കപ്പാസിറ്റി ബാറ്ററി ചാർജ് ചെയ്യുന്നതാണ് പറയുന്നത്. 80 watt SuperVOOC ചാർജിങ്. പിന്നെ നമുക്ക് കിട്ടുന്നത് ഒരു സ്റ്റാൻഡേർഡ് ചാർജിങ് കേബിളാണ്. അപ്പോൾ ഇത്രയാണ് ബോക്സിനകത്ത് വരുന്നത്. നമുക്ക് ഡിവൈസ് ഒന്ന് ബൂട്ട് ചെയ്തിട്ട് അതിൻ്റെ വിശേഷങ്ങൾ പറയാം. അപ്പോൾ നമ്മൾ ഡിവൈസ് പുറത്തെടുത്തിരിക്കുകയാണ്. ഇതാണ് OnePlus 10 Pro. അപ്പോൾ OnePlus 10 Proൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആസ്പെക്ട് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ക്യാമറ യൂണിറ്റാണ്. ഇതൊരു പുതിയ ക്യാമറ സെറ്റപ്പാണ്. ഇവിടെ ഹാസിൽബ്ലാഡ് എഴുതിയതാണ്. ഒരു
ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ്. ഞാൻ ക്യാമറയിലേക്ക് തിരിച്ച് വരാൻ ഡീറ്റെയിൽഡായി പറയാം. പിന്നെ ഇവിടെ നമുക്കൊരു OnePlus ബ്രാൻഡിങ് കാണാം. ഇത് ഗ്ലാസ് ഫിനിഷാണ്. പിന്നെ ഇവിടെ നമുക്ക് അലേർട്ട് സ്ലൈഡർ ഉണ്ട്, അതായത് സൈലൻസ് ചെയ്യാനുള്ള സ്ലൈഡർ ഉണ്ട്. മുകൾ ഭാഗത്ത് ഓപ്പണിങ്സോ സ്ലോട്ട്സോ ഒന്നും തന്നെ ഇല്ല. താഴത്ത് നമുക്ക് കിട്ടുന്നത് സ്പീക്കർ യൂണിറ്റാണ്, USB Type-C പോർട്ടാണ്, അതേപോലെ ഡ്യുവൽ സിം കാർഡാണ്. SD കാർഡ് സപ്പോർട്ട് ഇൻക്ലൂഡർ അല്ല. പിന്നെ നമുക്ക് ഒരു പഞ്ച് ഹോൾ 32 MP സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. OnePlusൻ്റെ ബ്രാൻഡിങ്ങും കാണാം. അപ്പോൾ ഇതാണ് ഡിസൈൻ ആസ്പെക്റ്റിൽ പറയുന്നത്. ഇവിടെ നമുക്ക് രണ്ട് സൈഡും കർവ് ഡിസ്പ്ലേ ആണ്. ഡിസ്പ്ലേ ആണെങ്കിലും കർവ്ഡ് ആണ്, ബാക്ക് സൈഡും കർവ്ഡ് ആണ്. ഇവിടെ ബാക്ക് സൈഡിൽ കോർണിംഗ് ഗോറില്ല ഗ്ലാസ് 5ഉം ഡിസ്പ്ലേയിൽ കോർണിംഗ് ഗോറില്ല ഗ്ലാസ് വിക്ടസ് സപ്പോർട്ടുമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്കൊരു സെറാമിക് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. ഇത് ഗ്ലാസ് ആണ്, മാറ്റ് ഫിനിഷ് ഗ്ലാസ് ആണ്. രണ്ട് കളേഴ്സിലാണ് അവൈലബിൾ, ബ്ലാക്കും ഉണ്ട്, എമറാൾഡ് ഫോറസ്റ്റ് ആണ്, ഗ്രീൻ കളറുമാണ് വരുന്നത്. അപ്പം നല്ലൊരു ക്യാമറ ലേഔട്ടാന്ന് പറയാം. ഒരു വ്യത്യസ്തത ഉണ്ട് എന്താണെങ്കിലും ക്യാമറ ലേഔട്ടിൽ. അപ്പോൾ നമ്മൾ ഫോൺ ബൂട്ട് ചെയ്തിരിക്കുകയാണത്. ഇതാണ് OnePlus 10 Pro. അപ്പോൾ ആദ്യം നമുക്ക് ഇതിൻ്റെ ഡിസ്പ്ലേ കുറിച്ച് പറയാം. ഡിസ്പ്ലേ ആക്ച്വലി 6.7 ഇഞ്ചസ് ഡിസ്പ്ലേ ആണ് വരുന്നത്. അപ്പോൾ സ്ക്രീൻ റെസൊല്യൂഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 3216x1440 ആണ്. ഇത് ആക്ച്വലി നമ്മുടെ ക്വാഡ് HD+, QHD+ റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആണ്. 525 pixels/inch ആണ്. റിഫ്രഷ് റേറ്റ് 120 Hz ആണ്. അതേപോലെ ഇത് LTPO ഫ്ലൂയിഡ് AMOLED ഡിസ്പ്ലേന് 120 Hz റിഫ്രഷ് റേറ്റ് കൂടി വരുന്ന ഡിസ്പ്ലേ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡിസ്പ്ലേയിൽ കോർണിംഗ് ഗോറില്ല ഗ്ലാസ് വിക്ടസ് സപ്പോർട്ടാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഡിസ്പ്ലേ P3 അതേപോലെ സപ്പോർട്ട്സ് sRGB കളർ ഗാമറ്റാണ് സപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ വേറൊരു ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട് എന്ന് പറഞ്ഞാൽ ഇത് 10-bit AMOLED ഡിസ്പ്ലേ ആണ്. അപ്പോൾ വളരെ വിവിഡ് ആൻഡ് ബ്രൈറ്റ് കളേഴ്സാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. അപ്പോൾ അതൊരു വളരെ ഇമ്പോർട്ടൻറ്റ് ആസ്പെക്റ്റ് ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ ഇനി ഇതിൻ്റെ ബാക്കിയുള്ള ആസ്പെക്ട്സ് പറയുകയാണെങ്കിൽ ഇതിനകത്ത് ഒരുപാട് ഡിസ്പ്ലേ ഓപ്ഷൻസ് ഉണ്ട്. നേച്ചർ ട്രൂ ടോൺ ഡിസ്പ്ലേ, ഐ കംഫർട്ട് മോഡ്, ഇമേജ് ഷാർപ്പനർ, വീഡിയോ കളർ എൻഹാൻസ്മെൻറ്റ്, അതേപോലെ നൈറ്റ് മോഡ്, അങ്ങനെ ഒരുപാട് ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡിസ്പ്ലേൻ്റെ കാര്യം പറയുമ്പോൾ വളരെ സ്മൂത്ത് ഡിസ്പ്ലേ ആണ്, നല്ല കളേഴ്സും നല്ല വിവിഡ് ഡിസ്പ്ലേ ആണ്. പിന്നെ കേർവ്ഡ് ഡിസ്പ്ലേ ഉണ്ട്, രണ്ട് എഡ്ജും കേർവ്ഡ് ആണ്. അപ്പോൾ നല്ലൊരു ഇൻഹാൻഡ് ഫീൽ കിട്ടുന്നുണ്ട് ഡിവൈസിൻ്റെ. ബിൽഡ് ക്വാളിറ്റി വളരെ സൂപ്പർബാണ്. പിന്നെ വളരെ ഒരു ഹെവി ഡിവൈസ് ഒന്നും അല്ല, അറൗണ്ട് 201 grams വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരുപാട് ഹെവി ആയ ഒരു ഡിവൈസായിട്ട് എനിക്ക് തോന്നിയില്ല. പ്രത്യേകിച്ച് ഐഫോണൊക്കെ അതിലും കൂടുതൽ ഹെവിനെസ് ഉണ്ടാവുന്നുണ്ട്. ഇത് അത്രയ്ക്കൊരു ഹെവി ആയ ഡിവൈസായിട്ട് എനിക്ക് തോന്നിയില്ല. അപ്പോൾ നല്ലൊരു ഇൻഹാൻഡ് ഫീലും കിട്ടുന്നുണ്ട്. ഇനി അടുത്തതിൻ്റെ ഡിസ്പ്ലേനെ കുറിച്ച് പറഞ്ഞു നമ്മൾ. അടുത്തത് ഇതിൻ്റെ പ്രോസസ്സർ പറയാം. ഇതിനകത്ത് വരുന്നത് ക്വാൾകോമിൻ്റെ സ്നാപ്ഡ്രാഗൺ 8 Gen1 ചിപ്പാണ്. നമുക്ക് എബൌട്ട് ഫോണിൽ നിന്ന് എടുക്കാം. അപ്പോൾ ഇതിന് രണ്ട് വേരിയൻ്റാണ് വരുന്നത്. റാം വേരിയൻറ്റ് 8GB ഓഫ് റാമും 12GB ഓഫ് റാം. അപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് 12GB ഓഫ് റാം ആണ്. അതിൽ റാം എക്സ്റ്റൻഷൻ ഫീച്ചർ ഉണ്ട്. അപ് ടു 7GB വരെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഇതിനകത്ത് വരുന്നത് Android 12 ആണ്. പിന്നെ LPDDR5 റാമും UFS 3.1 സ്റ്റോറേജ് സപ്പോർട്ടുമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നല്ല ഒരു പെർഫോമൻസ് ഓറിയൻറ്റഡ് ഡിവൈസാണ് നമുക്ക് തീർച്ചയായിട്ടും പറയാം. പിന്നെ ഇതിനകത്ത് കൂളിംഗ് ടെക്നോളജി ഉണ്ട്. അതായത് അഡീഷണൽ കൂളിംഗ് ടെക്നോളജിന് ഹീറ്റ് ആവാതിരിക്കാനും ഗെയിമിംഗ് കളിക്കുമ്പോഴെല്ലാം കൂളിംഗ് ചെയ്യാൻ വേണ്ടി അഡീഷണൽ കൂളിംഗ് ചേമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നല്ല ഒരു എഫിഷ്യൻറ്റ് മെക്കാനിസമാണ് OnePlus ക്ലെയിം ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഒരുപാട് ഹീറ്റ് ജനറേറ്റ് ചെയ്യുമ്പോഴും അത് കൂളിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടെക്നോളജി ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല ഗെയിമിങ്ങിന് വേണ്ടിയും അനുയോജ്യമായ ഒരു പെർഫോമൻസ് ഇതിൽ ട്യൂൺ ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മൾ ഗെയിമിംഗ് കളിക്കുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് വിശദമായി പറയാൻ പറ്റില്ല, എങ്കിലും നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടുന്നതാണ് OnePlus ക്ലെയിം ചെയ്യുന്നത്. അപ്പം ഇതാണ് പെർഫോമൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ. ഇനി നമുക്ക് സോഫ്റ്റ്വെയറിലേക്ക് പോകാം. അപ്പോൾ ഇത്തവണ OnePlusൽ വരുന്നത് OxygenOS 12 ആണ്, Android 12 ആണ്. അപ്പോൾ നമുക്കറിയാം ഇത് കുറച്ച് എന്താ പറയുക കളർ ഓയിസിൻ്റെ ഒരു രൂപമാണ് എടുത്തിരിക്കുന്നത്. കണ്ടില്ലേ, കളർ ഓയിസിൻ്റെ ഐക്കൺസും സ്റ്റൈലൊക്കെയാണ് വന്നിരിക്കുന്നത് OxygenOS 12. അപ്പോൾ എവിടെയും നമുക്ക് കാണാം കളർ ഓയിസ് ആണ്. പിന്നെ പേഴ്സണലൈസേഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ഫീച്ചേഴ്സും കാണാം. വാൾപേപ്പർ, ഓൾവേസ് ഓൺ ഡിസ്പ്ലേ, തീംസ്, ക്യാൻവാസ് ഉണ്ട്. അതേപോലെ നമുക്ക് കളേഴ്സ് ചേഞ്ച് ചെയ്യാം, ക്വിക്ക് സെറ്റിംഗ്സ് ചെയ്യാം, ഫോൺസ് ഡിസ്പ്ലേ, ഫിംഗർ പ്രിൻറ്റ് ആനിമേഷൻ, ഹൊറൈസൺ ലൈറ്റ്, ഇതെല്ലാം ഹൊറൈസൺ ലൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നത്. അങ്ങനത്തെ ഓപ്ഷൻസ് എല്ലാം തന്നെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് Android 12ൻ്റെ ഫീച്ചേഴ്സ് ഉണ്ട്. പ്രൈവസി ഫീച്ചേഴ്സ് പറഞ്ഞു വെച്ചാൽ നമുക്ക് പ്രൈവസി ഡാഷ്ബോർഡ് കിട്ടും, ആപ്പ് ലോക്ക് ഉണ്ട്, ഫിംഗർ പ്രിൻറ്റ് സ്കാനർ ആണെങ്കിൽ ഇത് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ഫാസ്റ്റായ ഒരു ഫിംഗർ പ്രിൻറ്റ് സ്കാനർ എക്സ്പീരിയൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ സോഫ്റ്റ്വെയറിൻ്റെ കാര്യത്തിൽ നമ്മൾ OnePlusൻ്റെ ഒരു പുതിയ എക്സ്പീരിയൻസ് ആണ്. റെഗുലർ OnePlus എക്സ്പീരിയൻസ് അല്ല, കുറച്ച് കളർ ഓയിസ് എക്സ്പീരിയൻസ് ആണ് വരുന്നത്. എങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വേണ്ടി പറയാം. കാരണം ഞാനൊരു 3-4 ദിവസം യൂസ് ചെയ്തതിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറയാം. എങ്കിലും പഴയ OxygenOS ആയിരുന്നു കുറച്ചും കൂടെ ബെറ്റർ എനിക്ക് പേഴ്സണലി തോന്നുന്നുണ്ട്. എങ്കിലും ഇതൊരു മോശമായ ഒരു OS ആണെന്ന് പറയാൻ പറ്റില്ല. കാരണം കളർ OS നല്ലൊരു എക്സ്പീരിയൻസ് തരുന്ന OS ആണ്. പ്രത്യേകിച്ച് ആഡ്സോ അങ്ങനത്തെ ഫീച്ചേഴ്സോ അങ്ങനത്തെ ഒന്നും തന്നെ ഇല്ല. പിന്നെ അഡീഷണൽ ഓപ്ഷൻസ് ഉണ്ട്. കാരണം ക്വിക്ക് ലോഞ്ച് ഉണ്ട്, OnePlus ഷെൽഫ് ഉണ്ട്, വർക്ക് ലൈഫ് ബാലൻസ് ഉണ്ട്,
OnePlus Scout ഉണ്ട്, gestures and motions, അങ്ങനെ എല്ലാ ഓപ്ഷൻസ് തന്നെ നമുക്ക് ഇവിടെയും കിട്ടുന്നുണ്ട്. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്, കാര്യമായ കംപ്ലയിൻസ് ഒന്നും പറയാനില്ല. പിന്നെ ഇതിൽ വേറൊരു നല്ല ആസ്പെക്ട് എന്ന് പറയാവുന്നത് ഇതിൻ്റെ ഹാപ്റ്റിക് ഫീഡ്ബാക്കാണ്. വളരെ മികച്ച ഹാപ്റ്റിക് ഫീഡ്ബാക്കാണ്. മോട്ടർ, അതായത് ഹാപ്റ്റിക് ഫീഡ്ബാക്കിൻ്റെ മോട്ടർ കുറച്ചുകൂടെ സ്ട്രെങ്തൻ ചെയ്തിരിക്കുന്നതാണ് OnePlus പറഞ്ഞത്. പ്രത്യേകിച്ച് നമ്മൾ ഇതെനിക്ക് ആക്ച്വലി വളരെയധികം ഫീൽ ചെയ്തത് എപ്പോഴാണെന്ന് വെച്ചാൽ നമ്മൾ യൂട്യൂബ് വീഡിയോ കാണുമ്പോൾ ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഫോർവേഡ് ചെയ്യണം, അതായത് സ്പീഡപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ, അത് ചെയ്യുമ്പോൾ പോലും ഹാപ്റ്റിക് വളരെ മികച്ച ഒരു എക്സ്പീരിയൻസ് ആണ് നമുക്ക് തരുന്നത്. നമുക്കത് ആക്ച്വലി ഫീൽ ചെയ്യും നമ്മൾ ഡബിൾ ടാപ്പ് ചെയ്തു എന്നുള്ളത്. അപ്പോൾ ഹാപ്റ്റിക് മോട്ടർ, വൈബ്രേഷൻ മോട്ടർ വളരെ മികച്ചതായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ റെഗുലർ സെൻസേഴ്സ് എല്ലാം തന്നെ ഉണ്ട്. ആംബിയന്റ് ലൈറ്റ് സെൻസർ, പ്രോക്സിമിറ്റി, അങ്ങനത്തെ എല്ലാ സെൻസേഴ്സും നമ്മൾ ഇതിനകത്ത് കിട്ടുന്നുണ്ട്. അതിലൊന്നും ഒരു കോംപ്രമൈസും ചെയ്തിട്ടില്ല. പിന്നെ നമുക്ക് ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സാണ് വരുന്നത്. നോയ്സ് ക്യാൻസലേഷൻ സപ്പോർട്ടും ഉണ്ട്, ഡോൾബി ആറ്റ്മോസ് സപ്പോർട്ടും കൊടുത്തിരിക്കുന്നത്. പിന്നെ 5G സപ്പോർട്ടുള്ള ഡിവൈസാണ്. എത്ര ബാൻഡ് സപ്പോർട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 8 ബാൻഡാണ് ഇന്ത്യയിലെന്ന് എനിക്ക് തോന്നുന്നു. ഞാനൊന്നും കൂടെ ക്ലാരിഫൈ ചെയ്ത് പറയാം. 8 ബാൻഡ് സപ്പോർട്ട് ഉണ്ടെന്നാണ് നമുക്ക് കിട്ടിയ ഡോക്യുമെൻറ്റിൽ പറയുന്നത്. എങ്കിലും ഒരു ക്ലാരിഫിക്കേഷൻ വേണം എനിക്ക്, ഞാൻ ചോദിച്ചിട്ട് കൺഫേം ചെയ്തിട്ട് പറയാം. 5G സപ്പോർട്ടുള്ള ഡിവൈസാണ്, ഡ്യുവൽ ബാൻഡ് 5G സപ്പോർട്ടഡ് ആണ്. ഇനി ഇതിൻ്റെ വേറെ ആസ്പെക്ട്സ് പറയുക വെച്ചാൽ ഇതിൻ്റെ ബാറ്ററി. അപ്പോൾ ഇതിനകത്ത് ബാറ്ററി ഇമ്പ്രൂവ് ചെയ്തിരിക്കുന്നു. കഴിഞ്ഞ വർഷത്തേക്കാളും കുറച്ചും കൂടെ ബാറ്ററി ബമ്പപ്പ് ചെയ്തിരിക്കുകയാണ്. ഇത്തവണ വരുന്നത് 5000 mAh കപ്പാസിറ്റി ബാറ്ററിയാണ്. അതേപോലെ 80 watt ചാർജിങ് ആണ് വരുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു 80 watt ചാർജർ കാണിച്ചു തന്നായിരുന്നു. 80 watt ചാർജർ ഈ 5000 mAh അപ്രോക്സിമേറ്റ്ലി 30 to 35 മിനിറ്റ്സിനുള്ളിൽ ചാർജ് ചെയ്യുന്നതാണ് OnePlus ക്ലെയിം ചെയ്യുന്നത്. അതേപോലെ തന്നെ നമുക്ക് വയർലെസ് ചാർജിങ്ങും കിട്ടുന്നുണ്ട്. വയർലെസ് ഫാസ്റ്റ് ചാർജിങ്, അതായത് OnePlusൻ്റെ വയർലെസ് ചാർജർ ഉണ്ട്, കഴിഞ്ഞ വർഷം ഇറങ്ങിയ വയർലെസ് ചാർജർ. ആ 50 watt ചാർജിങ് കൊണ്ട് നമുക്ക് 50 watt വയർലെസ് ചാർജിങ് കിട്ടും. അറൌണ്ട് 45 മിനിറ്റ്സിൽ ഇത് ചാർജ് ചെയ്യും, വയർലെസ് ആയി ചാർജ് ചെയ്യും. പ്രോബ്ലി വൺ ഓഫ് ദ ഫാസ്റ്റസ്റ്റ് വയർലെസ് ചാർജിങ് ആണ് ഇന്ത്യയിൽ അവൈലബിൾ ആയത്. അപ്പോൾ അതും നല്ലൊരു ആസ്പെക്റ്റ് ആണ്. പിന്നെ നമുക്ക് NFC ഉണ്ട്, GPS, അങ്ങനത്തെ എല്ലാ ഫീച്ചേഴ്സും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി പറയാനുള്ളത് ക്യാമറയാണ്. അപ്പോൾ ക്യാമറ ഇതിനകത്ത് ഇംപ്രൂവ്ഡ് ആയ ഒരു ഹാസൽബ്ലാഡിൻ്റെ സെക്കൻഡ് വേർഷനായിട്ട് വേണമെങ്കിൽ പറയാമെന്നാണ് OnePlus ക്ലെയിം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് വരുന്ന ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ്. പ്രൈമറി ക്യാമറ ഒരു 48 മെഗാപിക്സൽ ക്യാമറയാണ്. ഇത് സോണി IMX 789 കസ്റ്റം സെൻസറാണ് വരുന്നത്. f1.8 അപ്പേച്ചറാണ്. ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനും ഇലക്ട്രോണിക് ഇമേജ് സ്റ്റെബിലൈസേഷനും ഇൻക്ലൂഡഡ് ആണ്. പിന്നെ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ, അതൊരു 50 മെഗാപിക്സൽ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയാണ്. സാംസങ്ങിൻ്റെ ഐസോസെൽ Gen1 സെൻസറാണ്. അതേപോലെ 6P ലെൻസാണ് കൊടുത്തിരിക്കുന്നത്. മൂന്നാമത്തെ ക്യാമറ എന്ന് പറഞ്ഞാൽ 8 മെഗാപിക്സൽ ടെലിഫോട്ടോ ലെൻസാണ്. അത് ഒരു 8 മെഗാപിക്സൽ ടെലിഫോട്ടോ ആണെങ്കിലും 3.3x ഓപ്റ്റിക്കൽ സൂമും ഓപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനും ഇൻക്ലൂഡഡ് ആണ്. പിന്നെ സെൽഫി ക്യാമറ ആണെങ്കിൽ ഒരു 32 മെഗാപിക്സൽ സെൽഫി ക്യാമറയാണ്. അതും സോണീൻ്റെ സെൻസറാണ്. സോണി 615 സെൻസറാണ് ഫ്രണ്ട് ക്യാമറ, 32 മെഗാപിക്സൽ. ഇനി ക്യാമറ UI എടുത്താൽ നമുക്ക് റെഗുലർ OnePlusൻ്റെ ക്യാമറ UI തന്നെയാണ് കിട്ടുന്നത്. റെഡ് കളർ ഉണ്ടല്ലോ, ഇത് ഹാസൽബ്ലാഡിൻ്റെ ആയതുകൊണ്ടാണ് റെഡ് കളർ വരുന്നത്. പിന്നെ വീഡിയോ റെക്കോർഡിംഗ് പോയി കഴിഞ്ഞാൽ നമുക്ക് 8K at 24 FPS എടുക്കാം. പിന്നെ 4K 30, 4K 60, 1080p 30, 60 എല്ലാ റെക്കോർഡിംഗ് ഓപ്ഷൻസും ഇൻക്ലൂഡഡ് ആണ്. 8K വരെ നമുക്ക് റെക്കോർഡ് ചെയ്യാം. പിന്നെ നൈറ്റ് മോഡ് ഉണ്ട്, വീഡിയോ റെക്കോർഡിംഗ്, ഫോട്ടോ മോഡ് കഴിഞ്ഞാൽ ഇവിടെ കണ്ടില്ലേ നമുക്ക് അൾട്രാ വൈഡിക്ക് സ്വിച്ച്. അതേപോലെ 3.3x ആണ്, അതാണ് ഇപ്പോൾ പോർട്രേറ്റ് ടെലിഫോട്ടോ ലെൻസ്. പിന്നെ പോർട്രേറ്റ്സ് നമുക്ക് 3.3xലും അതേപോലെ റെഗുലർ പോർട്രേറ്റ്സിലും എടുക്കാവുന്നതാണ്. പിന്നെ ഇവിടെ അതർ മോഡ്സ് പോയി കഴിഞ്ഞാൽ സ്ലോ മോഷൻ ഉണ്ട്, ലോങ് എക്സ്പോഷർ, മൂവി മോഡ്, ഡ്യുവൽ വീഡിയോ, എക്സ്പാൻഡ് മോഡ്, അതായത് OnePlusൻ്റെ ഹാസൽബ്ലാഡായിട്ട് പാർട്ട്ണർഷിപ്പിൽ ഇറക്കിയ എക്സ്പാൻഡ് മോഡും ഇൻക്ലൂഡഡ് ആണ്. അങ്ങനെ എല്ലാ ഫീച്ചേഴ്സും നമുക്ക് കാണാൻ സാധിക്കും. സെൽഫി ക്യാമറയാണ്, 32 മെഗാപിക്സൽ സെൽഫി ക്യാമറയാണ്. ഇനി നമുക്ക് കുറച്ച് ക്യാമറ സാമ്പിൾസ് ആണ്. അപ്പോൾ ഇതെല്ലാം OnePlus 10 Pro എന്ന് എടുത്ത ക്യാമറ സാമ്പിൾസ് ആണ്. നമ്മൾ ഡീറ്റെയിൽ റിവ്യൂ പോസ്റ്റ് ചെയ്യുമ്പോൾ വിശദമായി ക്യാമറയെക്കുറിച്ച് അനാലിസിസ് ചെയ്ത റിസൾട്ട്സ് നമ്മൾ പറയുന്നതാണ്. എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ഇംപ്രഷൻസ് ക്യാമറ കുഴപ്പമില്ല, നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. OnePlus ക്ലെയിം ചെയ്യുന്നത് വളരെയധികം ഇംപ്രൂവ്ഡ് ക്യാമറയാണെന്നാണ് ക്ലെയിം ചെയ്യുന്നത്. നമ്മളത് കുറച്ചും കൂടെ ടെസ്റ്റ് ചെയ്താലേ നമുക്ക് വിശദമായി പറയാൻ പറ്റും. കാരണം ഇനീഷ്യൽ ഇംപ്രഷൻസ് എനിക്ക് കുഴപ്പമില്ലാന്ന് തോന്നി, നല്ല ഒരു ക്യാമറ സെറ്റപ്പാണ് തോന്നിയത്. എങ്കിലും നമ്മൾ വിശദമായി റിവ്യൂ പോസ്റ്റ് ചെയ്യുമ്പോൾ ക്യാമറയെക്കുറിച്ച് വിശദമായി പറയുന്നതാണ്. അപ്പോൾ ഇതായിരുന്നു OnePlus 10 Proൻ്റെ ഒരു ഡീറ്റെയിൽഡ് അൺബോക്സിങ്ങും ഹാൻഡ്സ് ഓൺ വീഡിയോ. അപ്പോൾ ഇതിനകത്ത് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. ഞാൻ എല്ലാ ഫീച്ചേഴ്സും എനിക്ക് പറയാൻ സാധിച്ചില്ല, കാരണം
ചിലതൊക്കെ കുറേ മൈന്യൂട്ട് ഫീച്ചേഴ്സാണ്. പ്രോബ്ലി ഞാൻ റിവ്യൂ പറയുമ്പോൾ കൂടുതലായ ഡീറ്റെയിൽസ് പറയാം. എങ്കിലും ഞാൻ ഓൾമോസ്റ്റ് എല്ലാ ആസ്പെക്ട്സും കവർ ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇൻഫാക്റ്റ് ഡിസൈനും ബിൽഡ് ക്വാളിറ്റിയും ഡിസ്പ്ലേൻ്റെ കാര്യമാണെങ്കിലും സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ആണെങ്കിലും പെർഫോമൻസ് ആണെങ്കിലും ക്യാമറയും ബാറ്ററി എല്ലാം തന്നെ ഞാൻ വിശദമായി കവർ ചെയ്തിട്ടുണ്ട്. എങ്കിലും ചിലത് ചിലപ്പോൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. എങ്കിലും ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഈ അൺബോക്സിങ് ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് വിശ്വാസം. അപ്പോൾ ഈ ഡിവൈസിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇതിൻ്റെ പ്രൈസിങ് നമുക്ക് അറിയില്ല. പ്രോബ്ലി 65,000 to 70,000 ആ റേഞ്ചിലായിരിക്കാനാണ് ചാൻസ്. റൂമേഴ്സ് ഉണ്ട് 66, 67, 70, 71 ആ റേഞ്ചിലായിരിക്കും 12 GB റാമിൻ്റെ പ്രൈസിംഗ് എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. എങ്കിലും നമുക്കിതിനെക്കുറിച്ച് വിശദമായ ഒരു ഡീറ്റെയിൽഡ് ഇതൊന്നും നമുക്ക് അറിയില്ല. എങ്കിലും നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഈ പ്രൈസിങ്ങിനെ കുറിച്ച്? ഈ അൺബോക്സിങ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പ്രൈസ് അറിയില്ല. പ്രോബ്ലി അൺബോക്സിങ് വരുമ്പോൾ പ്രൈസ് അനൗൺസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ പ്രൈസിങ്ങിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ? അതേപോലെ ഈ ഡിവൈസിനെ കുറിച്ച്, ഡിസൈനും അതേപോലെ ക്യാമറയെക്കുറിച്ച് നിങ്ങളുടെ വിശദമായ ഫീഡ്ബാക്ക് കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു OnePlusൻ്റെ ഈ ഡിവൈസിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നൊപ്പം തന്നെ ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിനെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.